അല്ലു അർജുൻ അല്ല, മല്ലു അർജുൻ. പ്രായമായ അമ്മൂമ്മമാർ മുതൽ LKG പോകുന്ന കുട്ടികൾക്ക് വരെ അല്ലു അർജുൻ അറിയായിരിക്കും. ഒരു അന്യഭാഷാ നടൻ വേറൊരു സംസ്ഥാനത്തിൽ വന്ന് ഇത്രയും വലിയൊരു സെൻസേഷൻ വന്ന കാലം മുതൽ ഇതുവരെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ ഒരു കാര്യത്തിൽ അല്ലു അർജുന് മലയാളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹ്യൂജ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ആണ്. പുള്ളിയുടെ പല സിനിമകളും ട്രീറ്റ് ചെയ്യുന്നത് ഒരു അന്യഭാഷാ സിനിമയായിട്ടല്ല, മലയാള സിനിമയായിട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് കേരളത്തില് മറ്റാർക്കും കിട്ടാത്ത, വേറൊരു തെലുങ്ക് നടനെ കിട്ടാത്ത ആ ഒരു അക്സെപ്റ്റൻസ് അല്ലു അർജുന് കിട്ടുന്നു? കുറച്ച് വർഷം പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലു അർജുന്റെ സിനിമ ആര്യ റിലീസായ സമയത്ത് തെലുങ്കിൽ റിലീസായ സിനിമയാണ്. ഇത് മലയാളത്തിലും റിലീസായി. അതുവരെ മലയാളികൾ കണ്ടു ശീലിച്ചത് കൈരളിയിലെ മലയാളം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഡബ്ബാണ്. അതിലെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ വല്ല ബംഗാളി ഭാഷയിൽ പാടുന്ന പാട്ടുകളാണെന്ന് തോന്നും, പക്ഷെ മലയാളി പാട്ടുകളാണ്. അങ്ങനെ കണ്ട് ശീലിച്ച മലയാളികൾക്കിടയ്ക്ക് വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത ഒരു തെലുങ്ക് സിനിമ വന്നു. ആൻഡ് അതിലെ പാട്ടുകൾ ചെയ്തേക്കുന്നത് മലയാളത്തിലെ പാട്ടുകളേക്കാൾ അടിപൊളിയായിട്ട്. പല പാട്ടുകളും നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാനും പാടിക്കൊണ്ടിരിക്കാനും തോന്നും. അങ്ങനെ എടുത്തിരുന്ന ഒരു സിനിമ. അതുപോലെ തന്നെ അല്ലു അർജുനെ ഡബ് ചെയ്ത മലയാളം വോയിസ് നമ്മുടെ ഡയറക്ടർ ജിസ്ജോയുടെ വോയിസ് ആണ്. എനിക്ക് തോന്നുന്നു അല്ലു അർജുന്റെ റിയൽ സൗണ്ടിനേക്കാളും ജിസ്ജോയുടെ സൗണ്ടാണ് അല്ലു അർജുന് ശരിക്കും ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സിനിമ വന്നപ്പോൾ ഒട്ടുമിക്ക മലയാളികളും കാണാൻ തുടങ്ങി. നല്ലൊരു അക്സെപ്റ്റൻസ് പുള്ളിയുടെ ഫസ്റ്റ് സിനിമയ്ക്ക് തന്നെ ഇവിടെ കിട്ടി. അതിനുശേഷം വന്ന എല്ലാ അല്ലു അർജുൻ സിനിമകളും ഇതുപോലെ ഡബ് ചെയ്ത് അടിപൊളി പാട്ടുകളുമായിട്ട് കേരളത്തിൽ റിലീസ് ചെയ്തു. ഒരു തെലുങ്ക് സിനിമ മലയാളത്തിൽ റിലീസായി എന്ന് കേട്ടപ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും അത് കാണാനും തുടങ്ങി. ആര്യയും അതിനുശേഷം വന്ന സിനിമകൾക്കും നല്ല റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് വന്ന എല്ലാ അല്ലു അർജുൻ സിനിമകൾക്കും നല്ല മാർക്കറ്റ് കേരളത്തിൽ വരാൻ തുടങ്ങി. തിയേറ്ററുകളിൽ റിലീസ് ആകാത്ത സിനിമകൾക്ക് പോലും DVD-കൾ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ മലയാളികളും അല്ലു അർജുന്റെ ആദ്യകാല സിനിമകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിലെ പാട്ടുകളൊക്കെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് നടന്നിട്ടുണ്ടാവും. പതിയെ പതിയെ പുള്ളിയും ട്രാക്ക് മാറ്റാൻ തുടങ്ങി. ആദ്യം ഒരു ചോക്ലേറ്റ് ബോയ് റൊമാൻറ്റിക് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലു അർജുൻ പിന്നീട് അങ്ങോട്ട് എത്തിയപ്പോൾ മാസ് കൊമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതും അതുപോലെ തന്നെ ഡബ് ചെയ്ത് ഇങ്ങോട്ട് മലയാളത്തിൽ ഇറക്കാൻ തുടങ്ങി. അതിനും ഗംഭീര റെസ്പോൺസുകൾ കിട്ടി. തിയേറ്റർ റിലീസുകൾ വരാൻ തുടങ്ങി. തിയേറ്റർ റിലീസുകൾക്ക് നല്ല റെസ്പോൺസ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ മലയാളികളുടെ ദത്തുപുത്രനായിട്ട് അല്ലു അർജുൻ മാറിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അല്ലു അർജുൻ സിനിമകൾക്ക് കേരളത്തിൽ കിട്ടുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ചെറിയ കളക്ഷൻ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കും ആ ഒരു സ്നേഹം മലയാളികളുണ്ട്. പുള്ളി ഒരുപാട് ഇന്റർവ്യൂകളിലും ഒരുപാട് സ്റ്റേജിലും ഒക്കെ കേരളത്തെയും മലയാളികളെയും അവരുടെ സ്നേഹത്തെയും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പുള്ളിയോടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലു അർജുൻ എന്ന പേരിൽ നിന്നും മല്ലു അർജുൻ എന്ന പേരിലേക്ക് പുള്ളി ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലു അർജുൻ കേരളത്തിലും മലയാളത്തിലും ഉണ്ടാക്കിയതുപോലൊരു ഓളം ഇതിനു മുമ്പോ ഇതിനു ശേഷമോ വേറൊരു അന്യഭാഷ നടൻ ഉണ്ടാക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല.